അപ്പൊ ഈ ജർമ്മനിയിൽ ഇപ്പൊ ഇനി വന്നിട്ടൊരു കാര്യമില്ല. ഈ വരുന്ന എല്ലാ പ്രൊഫഷനും ജോബ് കിട്ടത്തില്ലേ എന്നൊക്കെ കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു. നമ്മൾ അങ്ങനെയല്ല പറഞ്ഞത്. ചില പർട്ടിക്കുലർ ജോബ് അല്ലെങ്കിൽ പർട്ടിക്കുലർ കാറ്റഗറിയിലുള്ളവർക്ക് ജോബ് കിട്ടാൻ ഇപ്പോഴത്തെ എക്കണോമിയിൽ കുറച്ച് പാടാണ്. പക്ഷേ ഏതൊക്കെ ഇതിൽ ജോലി കിട്ടും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് കമ്പനീസ് ഒരു ഗ്രീൻ സ്ട്രാറ്റജിയിലോട്ട് പോകുന്നു. ജർമ്മനി ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുറേ ടെക്നോളജീസ് മാറി ഇപ്പോഴത്തെ പുതിയ ടെക്നോളജീസ് ആയ കുറച്ചുകൂടി ഗ്രീനറി അഥവാ സസ്റ്റൈനബിലിറ്റി കൂടുതലുള്ള ടെക്നോളജീസിലോട്ട് മാറാൻ നോക്കുകയാണ്. അതിപ്പം ബെൻസ് ആയിക്കോട്ടെ, സീമെൻസ് ആയിക്കോട്ടെ, ഇങ്ങനെ വലിയ വലിയ കമ്പനീസ് അവരുടെ ടെക്നോളജീസ് ചേഞ്ച് ചെയ്യുകയാണ്, കൂടുതൽ ഗ്രീനറി ആയിട്ടുള്ള. അപ്പം ഇനി എന്ത് പഠിക്കാൻ വരണം, അല്ലെങ്കിൽ എന്തായിരിക്കും കുറച്ചുകൂടെ ഫ്യൂച്ചറിൽ ഗ്രോത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്റ്റൈനബിലിറ്റി, റിന്യൂവബിൾ എനർജി. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇപ്പോൾ റിന്യൂവബിൾ എനർജി, സസ്റ്റൈനബിലിറ്റിയിലെല്ലാം എക്സ്പീരിയൻസ് ഉള്ളവർ ജർമ്മനി വന്നു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. എക്സ്പീരിയൻസും ലാംഗ്വേജും ഉള്ളവരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. സോ നിങ്ങൾ ഇനി വരുന്നവരാണെങ്കിലും ഇതേപോലെ ബന്ധമുള്ള ഓരോ കാര്യങ്ങളിൽ കോഴ്സസ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഭയങ്കര. സോ ഇപ്പം നിങ്ങളുടെ എന്താണ് ഇപ്പോഴത്തെ ജർമ്മനി കറണ്ട് ട്രെൻഡ് എന്ന് നോക്കി എടുക്കാതെ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഒരു 5 വർഷം കഴിഞ്ഞ് എന്താണ് ട്രെൻഡ് ആവാൻ സാധ്യതയുള്ളത് അങ്ങനെയുള്ള കോഴ്സസ് നോക്കി നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ പറ്റും. ജർമ്മനിയിൽ ഒരുപാട് വൻകിട കമ്പനികൾ വളരെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടെക്നോളജിയിലോട്ട് മാറാനുള്ള ഒരു കോമ്പറ്റീഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. സോ നിങ്ങൾക്കും അതിനൊരു പോർഷൻ ആവാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ജർമ്മനി ഈസ് എ ഹെവൻ ഫോർ യു.